ഹായ് ഓൾ വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. ഷവർമ ചിക്കൻ റോളാണ് ഉണ്ടാക്കുന്നത്. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാബേജും ക്യാരറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1/4 ഭാഗം ക്യാരറ്റും പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള പീസ് ക്യാബേജുമാണ് എടുത്തിട്ടുള്ളത്. അതായത് ക്യാബേജ് കൂടുതലും അതിൻ്റെ വളരെ കുറവ് താഴെയായിട്ട് ക്യാരറ്റും എടുത്താൽ മതി കേട്ടോ. ക്യാരറ്റ് കൂടുതൽ എടുക്കണ്ട. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇങ്ങനൊരു ചോപ്പറിലാണ് ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ചോപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ അരിഞ്ഞെടുത്താലും മതി. നല്ല കുനുകുന രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ചോപ്പറിലാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോപ്പറിലിട്ടത്. ഇപ്പോൾ ഇതാ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റും ക്യാബേജും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. സ്റ്റൗവിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട, ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കണേ. ഇനി നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാരറ്റും ക്യാബേജും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് വഴറ്റി അങ്ങനെയൊന്നുമല്ല കേട്ടോ, കുറച്ച് വഴറ്റിയെടുത്താൽ മാത്രം മതിയേ. ഇതിലേക്ക് ഞാനൊരു 1/4 ഭാഗം മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1ൻ്റെ 1/4 ഭാഗം മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ ചെറിയൊരു രുചി വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. നമ്മൾ വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു കുരുമുളക് പൊടിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം ഈ മാഗി ക്യൂബും എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം ക്യാബേജും ക്യാരറ്റും ഒരുപാട് നമ്മൾ ഉപ്പേരിക്കൊക്കെ വഴറ്റിയെടുക്കുന്ന പോലെ ആക്കുകയേ ചെയ്യരുത് കേട്ടോ. ഇതിലേക്ക് ഞാനിതാ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് എരിവ് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ എടുത്താൽ മതി. അത്രേ പാടുള്ളൂ. ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയും ആ ഒരു കടി ഉണ്ടല്ലോ, അത് വിട്ടു പോകരുത്, വഴണ്ടു പോകരുത്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മയണൈസ് ഒന്ന് അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ റോള് ഡിപ്പ് ചെയ്ത് കഴിക്കാനും പിന്നെ ഇതിൻ്റെ ബാറ്ററിലേക്ക് ഒഴിക്കാനും വേണ്ടിയാണ് 3 മുട്ട എടുത്തിട്ടുള്ളത്. ഇത് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാനൊരു 4-5 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുളിപ്പിന് ആവശ്യത്തിനുള്ള വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ വിനീഗറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യത്തിനുള്ള പുളിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക, കൂടുതലായി പോകരുത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തിക്കാവാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മയണൈസൊക്കെ അടിച്ചെടുക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇത് പിന്നെ ഹെൽത്തി വേർഷനൊന്നല്ല കേട്ടോ. ഹെൽത്തി വേർഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതുപോലെ ചെയ്യാം. ഇപ്പോൾ അതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്യാബേജിൻ്റെ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി പകുതി ഞാൻ ഈ റോള് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മയണൈസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ക്യാബേജിൻ്റെ കൂട്ട് നന്നായിട്ട് ചൂടാറിയതിന് മാത്രം ശേഷം ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്ന വശം തന്നെ മയണൈസ് മെൽട്ടായി പോവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഞാൻ പറയാണ്, ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സാദാ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്ന മാവുണ്ടല്ലോ, വളരെ കുഞ്ഞു ബോളുകളായിട്ട്, ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഇതിൻ്റെ ബോളുകളാക്കി എടുക്കാനായിട്ട്. വളരെ നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. കാരണം ഒരുപാട് കട്ടി കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോള് കഴിക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുഞ്ഞു ബോളുകളാക്കിയിട്ട് നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്കൊന്ന് ഒരു ബോൾ എടുത്തിട്ട് പരത്താം.
പരത്തുന്നതൊന്നും ഞാനങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. നീളത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. ഇപ്പോൾ അതാ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്, ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് റോളാക്കിയെടുക്കാം. ഫില്ലിംഗ് ഒന്നും പുറത്ത് പോവാത്ത രീതിയിൽ നല്ലപോലെ സീൽ ചെയ്തിട്ട് വേണം റോളാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിനെ പ്രത്യേകിച്ച് ഒട്ടിക്കാനായിട്ട് മൈദ പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഇങ്ങനെ റോൾ ചെയ്ത് ഒന്നിങ്ങനെ ചുരുട്ടി കൊടുത്താൽ തന്നെ അതാവും കൂടെ നിന്നോളും. പിന്നെ നമ്മൾ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒക്കെ ഒന്ന് പൊതിയുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് വിട്ടു പോകുന്നില്ല. ഇനി ഞാൻ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ, പരത്തി വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്യുന്നത് ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കണേ, വളരെ നൈസായിട്ട് പരത്താനായിട്ട് നോക്കണേ, എന്നാലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം റോളാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും പൊതിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കോഴിമുട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു കോഴിമുട്ടേൻ്റെ ധാരാളമാണ്. നിങ്ങൾക്ക് ഒരുപാട് റോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴിമുട്ടയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഇതൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റോൾ ഓരോന്നായിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് മാറ്റി വെക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് ഇത് ഏത് കണ്ടെയ്നറിലാണോ നിങ്ങൾ വെക്കുന്നത്, അടിവശത്ത് കുറച്ച് റോള് നിരത്തിയിട്ട് അതിൻ്റെ മേലെ നിങ്ങൾ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം വീണ്ടും റോൾ വെക്കുക. അങ്ങനെ അട്ടിക്ക് അങ്ങനെ വെച്ചാൽ മതി. ബട്ടർ പേപ്പർ മിഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണേ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഫ്രൈ ആക്കാനായിട്ട് നോക്കാം. ഞാൻ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ റോളുകളായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാ റോളും ആക്കി വെച്ചത് എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, കാരണം ഇവിടെ നോമ്പുറേണ്ട ദിവസമാണ്, അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഓർമ്മിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എല്ലാ റോളും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ലൈറ്റ് ഗോൾഡ് ആകുമ്പോൾ തന്നെ എടുത്തു മാറ്റാം കേട്ടോ, കാരണം ഒരുപാട് മുരിഞ്ഞ് നല്ല ഡാർക്ക് ബ്രൗൺ ആവാനൊന്നും നിൽക്കണ്ട. ഒരു ലൈറ്റ് ഗോൾഡ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക, നല്ല സോഫ്റ്റും ആയിട്ടിരിക്കുക. ഇപ്പോൾ അതാ ഞാൻ എല്ലാം കോരി മാറ്റുന്നുണ്ട്. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഇതുപോലുള്ള നല്ല നല്ല ഈസി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ, ഇഫ്താറിൻ്റെ റെസിപ്പികളെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഇപ്പോൾ അത് ഞാൻ എല്ലാം റോളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത് കണ്ടെയ്നറിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. നോമ്പറായതുകൊണ്ടാണ് ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഷവർമ റോളാണ് ഇത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, കാരണം മയണൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കൂടുതൽ എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല, മയണൈസിൻ്റെ ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. താങ്ക്